ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് പെന്തക്കോസ്ത ഞായർ. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള 50-ാം ദിവസം. പെന്തക്കോസ്ത തിരുനാൾ തിരുസഭയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്നു. ജെറുസലേമിലെ സെഹിയോൻ ഊട്ടുശാലയിൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഭയന്നു വിറച്ച് ഒത്തുകൂടിയ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന ആ വലിയ വാഗ്ദാനം യേശു നിറവേറ്റിയ ആ മഹത്തായ സംഭവത്തെ ഇന്ന് നാം ഭയഭക്തിപൂർവം അനുസ്മരിക്കുന്നു. യഹൂദരുടെ 3 പ്രധാന തിരുനാളുകളിൽ രണ്ടാമത്തേതായിരുന്നു പെന്തക്കോസ്ത. പെന്തക്കോസ്ത എന്ന വാക്ക് 50-ാമത് എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതായത് യഹൂദ പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസം. വർഷം തോറും കൊയ്യാൻ പോകുന്ന വിളവെടുപ്പിന് ദൈവത്തിന് നന്ദി പറയുന്ന വളരെ പുരാതനമായ ഒരു കൃതജ്ഞത ആഘോഷത്തിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചത്. പിന്നീട് സീനായ് മലയിൽ വച്ച് ദൈവം അവരുടെ പൂർവികരുമായി ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മ പുതുക്കൽ കൂടി ഈ ആഘോഷത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടു. വളരെ ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു വാക്യത്തിൽ ആ ഉടമ്പടി ചുരുക്കി പറയാം: ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോൾ ഈ ഉത്സവം ഒരു തീർത്ഥാടനമായി രൂപാന്തരപ്പെട്ടു. നൂറ്റാണ്ടിലെ യഹൂദരും ക്രൈസ്തവരായ യഹൂദരും പെന്തക്കോസ്ത എന്ന ഈ മഹത്തായ തീർത്ഥാടന തിരുനാൾ ആഘോഷിച്ചിരുന്നു. യേശുവിൻ്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യകാല ക്രിസ്ത്യാനികൾ തങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ ജനത്തെ അടയാളപ്പെടുത്താൻ ഈ തിരുനാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ജെറുസലേമിൽ അനേകം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവർ പേർഷ്യർ, ഈജിപ്ത്, റോം തുടങ്ങിയ വിദൂര ദേശങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. ആ രാജ്യങ്ങളിലെ ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. എന്നാൽ അന്ന് സവിശേഷമായ ഒന്ന് സംഭവിച്ചു. ആ തിരുനാളിൽ മുൻകൂട്ടി കാണപ്പെട്ട രഹസ്യങ്ങൾ മറിയത്തിൻ്റെയും അപ്പോസ്തലന്മാരുടെയും മേൽ ആത്മാവ് പകരപ്പെട്ടതിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പുതിയ ജനത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് രക്ഷാകര ചരിത്രത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ കിരീടധാരണമായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ 1-ാം വായനയിൽ മോശയും ഇസ്രായേൽ ജനവും സീനായ് മലയിൽ ദൈവത്തിൻ്റെ പ്രമാണം സ്വീകരിക്കുന്ന കഥയെ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ പെന്തക്കോസ്ത ചരിത്രത്തിൻ്റെ ഏറ്റവും പരിചിതമായ ഒരു വിവരണം വിശുദ്ധ ലൂക്ക നമുക്ക് നൽകുന്നുണ്ട്. ഈ രംഗം ബൈബിൾ ദൃശ്യങ്ങളാൽ സമ്പന്നമാണ്. ശിഷ്യന്മാർ അപ്പോൾ ജെറുസലേമിലെ സെഹിയോൻ ഊട്ടുശാലയിൽ ഭയത്തോടെ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. ഗ്രീക്ക് ഭാഷയിൽ കാറ്റ്, ആത്മാവ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സാമ്യമുള്ളതാണ്. വീട് മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു. പിന്നീട് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവിടെയുണ്ടായിരുന്ന ഓരോരുത്തർക്കും മേൽ വന്നു പതിക്കുന്നതായി കണ്ടു. സീനായ് മലയിൽ ദൈവത്തിൻ്റെ ശബ്ദം 70 നാവുകളായി വിഭജിക്കപ്പെട്ടുവെന്നും എല്ലാ ജനതകളും തങ്ങളുടെ സ്വന്തം ഭാഷകളിൽ പ്രമാണം സ്വീകരിച്ചുവെന്നുമുള്ള ആദ്യകാല റബ്ബിമാരുടെ പ്രബോധനങ്ങളെ ലൂക്കായിലൂടെ വിവരിക്കുന്നു. അഗ്നി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കത്തുന്ന ഒരു മുൾപടർപ്പിൽ നിന്നാണ് ദൈവം മോശയോട് സംസാരിച്ചത്. ഇസ്രായേലർ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് കൂട്ടുണ്ടായിരുന്നു. ഇവിടെ
അഗ്നിനാവുകളുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കാനുള്ള ദാനവും ശക്തിയും നൽകപ്പെട്ടിരുന്നു. പല പ്രദേശങ്ങളിൽ നിന്നുള്ള യഹൂദ തീർത്ഥാടകർ ശിഷ്യന്മാർ തങ്ങളുടെ സ്വന്തം ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു. ജെറുസലേമിലെ ജനങ്ങളിലേക്ക് മാത്രമല്ല, മറ്റ് പല പ്രദേശങ്ങളിൽ എല്ലായിടത്തുമുള്ള ആളുകളിലേക്ക് സുവിശേഷം ഭയമില്ലാതെ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് അപ്പോഴേക്കും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യർ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം, ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ പരിശ്രമിച്ചു. അവരുടെ അഹങ്കാരത്തിന് ശിക്ഷയായി ദൈവം അവർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാക്കി മാറ്റപ്പെട്ടു. പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയാതെ വന്നതോടെ അവർക്ക് ആ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാബേൽ ഗോപുരത്തിൻ്റെ ആ കാലം തിരുത്തപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാരുടെ പക്കൽ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അവർ വീണ്ടും ഒരേ പിതാവിൻ്റെ കീഴിൽ സഹോദരി സഹോദരന്മാരായി ഒന്നിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. അതിനുശേഷം അവൻ അവരുടെ മേൽ ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ദൈവം ഭൂമിയിലേക്ക് ശ്വസിച്ച് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ക്രിസ്തുവിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ആത്മാവിന് നൽകുന്നതിലൂടെ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള അധികാരവും ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിൽക്കും. ഇത് പാപസങ്കീർത്തനമെന്ന കൂദാശയെയും പാപം മോചിക്കാനുള്ള അധികാരത്തെയും മാത്രം പരാമർശിക്കുന്ന ഒന്നല്ല. പാപങ്ങൾ ക്ഷമിക്കുക, മനുഷ്യരെ ദൈവവുമായി ഒന്നിപ്പിക്കുക എന്നത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെയും ക്രൈസ്തവ ദൗത്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ്. ശിഷ്യന്മാർ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സാന്നിധ്യമാണ്. ക്രൈസ്തവർ എന്ന നിലയിൽ നാം പ്രവാചകന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് വിശ്വാസത്തിൻ്റെ ദാനം ലഭിച്ച ജ്ഞാനസ്നാനത്തിലൂടെയും പെന്തക്കോസ്തയിൽ ശിഷ്യന്മാരെ പോലെ നമുക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ച തൈലാഭിഷേകത്തിലൂടെയും, അതായത് സ്ഥൈര്യലേപത്തിലൂടെയുമാണ് ഈ വിളി നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. അവിടുന്ന് നമ്മിലൂടെ ഈ ലോകത്തിലേക്ക് പ്രവർത്തിക്കുന്നു. അവിടത്തേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അവിടത്തോട് സഹകരിക്കാം.